നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കയമ്പ്രത്തിറങ്ങിയത് പുലിയല്ല, കാട്ടുപൂച്ചയെന്ന ഫോറസ്റ്റ് അധികൃതർ. കപ്പലപകടത്തിൽ മരിച്ച മണലൂർ സ്വദേശി ഹനീഷിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതമായി. നിരവധി കേസുകളിലെ പ്രതി അനന്തകൃഷ്ണൻ എന്ന ബ്രാവോ കഞ്ചാവുമായി പിടിയിൽ. വാർത്തകൾ വിശദമായി. കയമ്പ്രം മേഖലയിൽ പുലി ഇറങ്ങിയതായി നാട്ടുകാർ. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി പ്രദേശത്തുള്ളവർ ഭീതിയിലായിരുന്നു. കയമ്പ്രം സുനാമി കോളനിയുടെ പരിസര പ്രദേശങ്ങളിലും കുറ്റിപ്പാടം ഭാഗങ്ങളിലുമായി പുലിയെ നിരവധി പേർ കണ്ടതായി പറഞ്ഞു. തുടർന്ന് കഴിഞ്ഞ ദിവസം സമീപ പ്രദേശത്തെ ഒരു വീട്ടിലെ CCTVയിൽ പതിഞ്ഞ ദൃശ്യവും മറ്റൊരു വീട്ടുമുറ്റത്ത് കാൽപ്പാടും കണ്ടതോടുകൂടി നാട്ടുകാർക്ക് ഭീതി വർദ്ധിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രതിനിധികൾ എത്തി CCTV ദൃശ്യവും കാലടയാളവും ഫോറസ്റ്റ് അധികൃതർക്ക് അയച്ചു കൊടുത്തു. തുടർന്ന് ഫോറസ്റ്റ് അധികൃതർ എത്തി സ്ഥലത്തെ കാൽപ്പാടുകളും CCTVയിൽ പതിഞ്ഞ ദൃശ്യവും പരിശോധിച്ച് പുലിയല്ല, ഇത് കാട്ടുപൂച്ചയാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. കാട്ടുപൂച്ച മനുഷ്യനെയോ മറ്റു മൃഗങ്ങളെയോ ആക്രമിക്കുകയില്ലെന്നും ജനങ്ങൾ പരിഭ്രാന്തരാവേണ്ടതില്ലെന്നും ഫോറസ്റ്റ് അധികൃതരും പഞ്ചായത്ത് അധികൃതരും പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, പഞ്ചായത്ത് അംഗങ്ങളായ ജ്യോതി രവീന്ദ്രൻ, പ്രില്ല സുധി, ഷൈൻ നെടിയിരിപ്പിൽ, KK പ്രഹർഷൻ, സിജി സുരേഷ്, അനിത കാർത്തികേയൻ എന്നിവരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കൊപ്പം സ്ഥലത്തെത്തിയിരുന്നു. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ അന്വേഷണ റിപ്പോർട്ട് ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമാകണമെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. ADGPയുടെ റിപ്പോർട്ട് പൂർണ്ണമല്ലെന്ന വിലയിരുത്തലായിരിക്കാം തുടരന്വേഷണത്തിലേക്ക് നയിച്ചത്. ആദ്യ റിപ്പോർട്ട് പുറത്തു വരണമെന്നും VS സുനിൽകുമാർ പറഞ്ഞു. റിപ്പോർട്ട് തള്ളി എന്നുള്ള ഒരു വാർത്ത ഞാൻ കേട്ടിട്ടുണ്ട്. തള്ളിയതാണോ അതല്ല ആ റിപ്പോർട്ട് പൂർണ്ണമായ കാര്യങ്ങൾ പരിശോധിക്കാത്തത് കൊണ്ട് കൂടുതൽ വിവരങ്ങൾ വേണമെന്ന് കരുതിയതാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ തള്ളി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി തള്ളിയതാണോ അതല്ല ഇനി കൂടുതൽ വിവരങ്ങളാണോ എന്ന് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം വരട്ടെ. ഏതാണെങ്കിലും ഒരു പുതിയ വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട് എന്ന് സർക്കാരിന് മനസ്സിലായ സാഹചര്യത്തിൽ എത്രയും വേഗം ഒട്ടും താമസിക്കാതെ ഈ രാഷ്ട്രീയ ഗൂഢാലോചന അടക്കമുള്ള പൂരം കലക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ശക്തികൾ ആരാണെങ്കിലും അത് രാഷ്ട്രീയമായും വ്യക്തിപരമായും ഒക്കെ ഇടപെട്ടിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം പുറത്തു വരത്തക്ക വിധത്തിലുള്ള വിശദമായ അന്വേഷണം താമസം വിന എന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ തന്നെ 5 മാസം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ട് 5 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇനി 7 മാസം കഴിഞ്ഞ് തൃശ്ശൂർ പൂരം വരാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ മറ്റ് വിശദാംശങ്ങളെല്ലാം തേടി അന്വേഷണം പുറത്തുവിടണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടി ഉണ്ടാവണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ ADGPക്കെതിരെ ഒരു അന്വേഷണം ഒരു ശുപാർശ അങ്ങനെ വരുന്നുണ്ട്, ഒരു വാർത്ത. അല്ല, അതെനിക്കറിയില്ല. ഇപ്പോൾ ADGPക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ പലതും നടക്കുന്നുണ്ടല്ലോ. അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സർക്കാർ തീരുമാനിക്കട്ടെ. അപ്പോൾ അത് ഇതായിട്ട് കണക്ട് ചെയ്തുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലുള്ള എൻ്റെ അഭിപ്രായ പ്രകടനമാണ് ഞാൻ ഇതുവരെ നടത്തി പോന്നിട്ടുള്ളത്. മറ്റ് വിഷയങ്ങളിലേക്ക് ഞാൻ അങ്ങനെ കടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അതിൽ അഭിപ്രായ പ്രകടനം നടത്താതിരിക്കുന്നത്. തൃശൂർ കോർപ്പറേറ്റ് വെഞ്ചേഴ്സ് ലിമിറ്റഡിന്റെ 4ാമത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് തൃശൂർ കാസിനോ കൾച്ചറൽ ഓഡിറ്റോറിയത്തിൽ നടന്നു. TCV ലിമിറ്റഡ് ഡയറക്ടർ P. ആന്റണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ TCV ലിമിറ്റഡ് കമ്പനി ഡയറക്ടർ PB സുരേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പദ്ധതി നിർവഹണവും പുതിയ പ്രൊജക്ട് അവതരണവും TCV ലിമിറ്റഡ് ഡയറക്ടർ CA ബൈജു നിർവഹിച്ചു. സാമ്പത്തിക അവലോകനം TCV ലിമിറ്റഡ് ഫിനാൻസ് ഡയറക്ടർ TJ ജോർജ് ലിയോ നടത്തി. TCV ലിമിറ്റഡ് ഡയറക്ടർ VP ബിജു, കേരള വിഷൻ MD T. ജയപ്രകാശ്, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, KCCL MD PP സുരേഷ് കുമാർ, കമ്പനി സെക്രട്ടറി M. കൃഷ്ണകുമാർ, ഓഡിറ്റർ CL സോണി തുടങ്ങിയവർ സംസാരിച്ചു. ഇതൊക്കെ സാധ്യമാവുന്നതിന് തീർച്ചയായിട്ടും അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ കണക്ടിവിറ്റിയുള്ള തൃശ്ശൂരിലെ കേരള വിഷയമായിട്ടുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതേ സമയം തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നു. ഇപ്പോൾ ഏത് കാലത്തും വെല്ലുവിളികളെ കുവൈറ്റിലുണ്ടായ കപ്പലപകടത്തിൽ മരിച്ച മണലൂർ പാലം സൂര്യനഗറിൽ
വിളക്കേത്ത് ഹരിദാസന്റെ മകൻ ഹനീഷിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതമായി. സുരേഷ് ഗോപി MP-യുടെ നിരന്തരമായ ഇടപെടലിലൂടെയാണ് DNA പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി നടപടികൾ വേഗത്തിലാക്കിയത്. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സുരേഷ് ഗോപി സാറും പിന്നെ അതിൻ്റെ പാർട്ടി പ്രവർത്തകരും നമുക്കൊരു ഹെൽപ്പ് ചെയ്തു. അതുപോലെ കമ്മ്യൂണിസ്റ്റിൻ്റെ ആൾക്കാരും നമുക്ക് ഹെൽപ്പ് ചെയ്തു. രണ്ട് പാർട്ടിക്കാരും നമുക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ മുഖാന്തരം എംബസി ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ DNA ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. DNAയുടെ കാര്യം ഞങ്ങൾ എല്ലാവരും കൂടി ഇവർ രണ്ടുപേരും കൂടി ഞങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നത് മുഖാന്തരം ഞങ്ങൾ 11-ാം തീയതി ഞങ്ങൾ അയച്ചു. 11-ാം തീയതി അയച്ചിട്ട് ബാക്കി അതിനുള്ള നടപടികളൊന്നും നടന്നതായി ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഭയങ്കര ഒരു വിഷമത്തിലായിരുന്നു. പിന്നീട് കേന്ദ്രമന്ത്രിയായിട്ട് ഞങ്ങൾ ഇടപെട്ടപ്പോൾ അവർ ഇതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ DNA ടെസ്റ്റ് ഇന്നലെ പോസിറ്റീവാണെന്ന് ഞങ്ങൾക്ക് മാച്ചായിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. 10 മാസം മുൻപാണ് ജോലിക്കായി ഹനീഷ് കുവൈറ്റിലേക്ക് പോയത്. ഇറാൻ ചരക്ക് കപ്പൽ കുവൈത്ത് തീരത്ത് മറിഞ്ഞാണ് അപകടമുണ്ടായതെന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം. കണ്ണൂർ സ്വദേശി ഉൾപ്പെടെ 3 ഇന്ത്യക്കാരടക്കം 6 പേർ മരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അടുത്ത മാസം നാട്ടിലെത്തുമെന്ന് ഹനീഷ് അറിയിച്ചിരുന്നു. ഇതിനിടെയാണ് അപകടമുണ്ടായത്. അപകടമുണ്ടായ വിവരം കമ്പനി അധികൃതർ സ്ഥിരീകരിച്ചിട്ടും തുടർ നടപടികൾ തടസ്സമായിരുന്നു. സാമ്പിൾ പരിശോധിച്ചതിൽ DNA ഫലം പോസിറ്റീവാണ്. കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് നേരിട്ടിടപെട്ട കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ടെന്ന് BJP മണലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് മാനിന പറഞ്ഞു. നമ്മൾ നേരിട്ട് രാമനിലയത്തിൽ പോയി സുരേഷ് ഗോപി നമ്മുടെ കേന്ദ്രമന്ത്രിയെ നേരിട്ട് കാണുകയും അവരെ അധികോപിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എത്രയും പെട്ടെന്ന് എംബസിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോയി. പക്ഷേ അവിടുത്തെ കുവൈറ്റിലുണ്ടായിട്ടുള്ള ഈ അപകടം വെച്ചിട്ടുണ്ടായിട്ടുള്ള ഈ അപകടത്തിൽ മോശം സാഹചര്യത്തിലാണ് ബോഡിയുടെ അവസ്ഥ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ DNA ടെസ്റ്റ് ആവശ്യപ്പെട്ടു. DNA ടെസ്റ്റ് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് എത്രയും വേഗത്തിൽ നമുക്കത് ഏൽപ്പിക്കാനായിട്ട് സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടുള്ള ലേറ്റസ്റ്റായിട്ട് നമുക്ക് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. DNA മാച്ചായി. അപ്പോൾ നമുക്ക് MP-യുടെ ഓഫീസിൽ നിന്നും അതുപോലെ തന്നെ നമ്മളറിയിച്ചിരുന്നു. ഈ കുടുംബത്തിനെയും എംബസിയും MP-യുടെ ഓഫീസും അറിയിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി സാർ തന്നെ നേരിട്ട് നിന്നുകൊണ്ട് ഈ കണ്ണൂരിൽ മരണപ്പെട്ട സഹപ്രവർത്തകൻ്റെയും സഹോദരൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഈ സഹോദരൻ്റെയും ബോഡി എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. CS അനിൽകുമാർ, ഗിരീഷ് കുമാർ ചിറയത്ത്, ഷൈജു ഇയാനി, KP പ്രസീദ എന്നീ BJP നേതാക്കളും മരണമടഞ്ഞ ഹനീഷിന്റെ വീട് സന്ദർശിച്ച് ഇവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട്. വീട് കയറി ആക്രമണം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയെ കഞ്ചാവുമായി ചേർപ്പ് എക്സൈസ് പിടികൂടി. 22 വയസ്സുള്ള കിഴുപ്പുള്ളിക്കര ഏങ്ങണ്ടി അനന്തകൃഷ്ണൻ എന്ന ബ്രാവോയാണ് പിടിയിലായത്. ചേർപ്പ് എക്സൈസ് ഇൻസ്പെക്ടർ K അശ്വിൻ കുമാർ കിഴുപ്പുള്ളിക്കരയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. എക്സൈസ് ഇൻസ്പെക്ടർ TS സുരേഷ് കുമാർ, VR ജോർജ്, പ്രിവന്റീവ് ഓഫീസർ സന്തോഷ് ബാബു, സിജോ മോൻ, സിവിൽ എക്സൈസ് ഡ്രൈവർ ഷൈജു എന്നിവരും പ്രതിയെ പിടികൂടിയ എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു. താന്യം കിഴുപ്പുള്ളിക്കര മേഖലയിലെ മയക്കുമരുന്ന് വിൽപ്പനയിലെ പ്രധാന കണ്ണിയാണ് ഇയാൾ. വീടുകയറി ആക്രമിച്ചതിന് ശിക്ഷ അനുഭവിച്ച ശേഷം കഴിഞ്ഞ ദിവസമാണ് ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ സമ്പൂർണ്ണ തകർച്ചയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ആ സഞ്ചാര സൗകര്യം ഇന്ന് റോഡുകളെല്ലാം ഇവിടെ കണക്കുകൾ സൂചിപ്പിച്ചു. 67 റോഡുകൾ ഈ പഞ്ചായത്തിൻ്റെ കീഴിൽ ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഇവിടെ കടന്നു പോകുന്ന റോഡുകളുണ്ടെങ്കിലും ആ റോഡുകളിൽ ഒന്നിൽ പോലും ആളുകൾക്ക് യാത്ര ചെയ്യുവാൻ, സൈക്കിളിൽ പോലും പോകുവാൻ കഴിയാത്ത, എന്തിനധികം കാൽനടയായി നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യം നമ്മുടെ ഈ അന്തിക്കാട് പഞ്ചായത്ത് മാത്രമായിട്ടുള്ള ഒരു സാഹചര്യം, പ്രത്യേക സവിശേഷ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. മണ്ഡലം പ്രസിഡന്റ് KB രാജീവ് അധ്യക്ഷനായി. അപകടങ്ങളിൽ പരിക്കേറ്റ് കഴിയുന്നവരുടെ ചികിത്സാ ചെലവ് പഞ്ചായത്ത് നൽകണമെന്ന് സുനിൽ ആവശ്യപ്പെട്ടു. VK മോഹനൻ, E രമേശൻ, ഷൈൻ പള്ളിപ്പറമ്പിൽ, രഘു നല്ലയിൽ, ബിജേഷ് പന്നിപ്പുലത്ത്, AV യദുകൃഷ്ണ, സുധീർ പാടൂർ, ഉസ്മാൻ അന്തിക്കാട്, കിരൺ തോമസ്, ഷാനവാസ് അന്തിക്കാട്, റസിയ ഹബീബ്, ഗൗരി ബാബു, മോഹൻദാസ്, AS വാസു, മിനി ആൻഡോ, ശ്രീജിത്ത് പുന്നപ്പിള്ളി എന്നിവർ സംസാരിച്ചു. നാട്ടിക പഞ്ചായത്തിനെതിരെ UDF നടത്തുന്ന കള്ളപ്രചരണം അവസാനിപ്പിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ. ഓണത്തോടനുബന്ധിച്ച് ആശ്രയ, CDS, ആശാ വർക്കർമാർ, അതിദരിദ്രർ,
ഹരിതകർമ്മ സേന എന്നിവർക്ക് ഓണത്തിന് കിറ്റ് കൊടുക്കാൻ തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ MA യൂസഫ് അലിക്ക് കത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ 1 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ഹരിതകർമ്മ സേന, അതിദരിദ്രർ എന്നീ ഗുണഭോക്താക്കൾ 51 പേർക്ക് നാട്ടിക സർവീസ് സഹകരണ ബാങ്കിനോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിക സർവീസ് സഹകരണ ബാങ്കും സഹകരിച്ചുവെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ പറഞ്ഞു. 13 മെമ്പർമാരുടെ കമ്മിറ്റി കൂടി അതിൽ കിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ 10ാം വാർഡ് മെമ്പർ ശ്രീമതി CDS മെമ്പറും കൂടിയായിട്ടുള്ള ശ്രീദേവി മാധവനാണ് പറഞ്ഞത് കുടുംബശ്രീക്കാർക്ക് സാരി കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അത് വേണ്ട, എല്ലാവർക്കും കിറ്റ് മതി എന്ന നിർദ്ദേശം വെച്ചത് അവർ. അപ്പോൾ നമ്മളതെല്ലാവരും തത്വത്തിൽ അംഗീകരിക്കുകയാണ് ചെയ്തത്. എല്ലാവരും അഭിപ്രായത്തിൽ അതെല്ലാം മെമ്പർമാരും കൂടി ഇരുന്നാണ് ചെയ്തത്. നാട്ടിക പഞ്ചായത്തിലെ 13 മെമ്പർമാരും സംയുക്തമായിട്ടാണ് എന്തൊക്കെയാണ് ഭക്ഷ്യക്കിറ്റിൽ വയ്ക്കേണ്ടതെന്ന് തീരുമാനിച്ചത്. CDS അംഗങ്ങൾക്ക് ഓണപ്പുടവ വേണ്ട, കിറ്റ് മതിയെന്ന് CDS അംഗവും 10ാം വാർഡ് മെമ്പറുമായ ശ്രീദേവി മാധവനാണ് അഭിപ്രായപ്പെട്ടതും അത് തീരുമാനമാക്കിയതും. എല്ലാ മെമ്പർമാരുടെയും സാന്നിധ്യത്തിലാണ് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് കിറ്റ് വിതരണം ചെയ്തത്. എന്നാൽ ഓണത്തിന് ശേഷം നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ 7ാം വാർഡ് മെമ്പർ ബിന്ദു പ്രദീപിന്റെ നേതൃത്വത്തിൽ പരിപ്പും കടലും ഇല്ല എന്നും CDS അംഗങ്ങൾക്ക് ഓണപ്പുടവ കൊടുത്തത് അറിഞ്ഞില്ല എന്നും പറഞ്ഞാണ് UDF ഇറങ്ങിപ്പോയതും സമരം നടത്തുന്നതും എന്ന് MR ദിനേശൻ പറഞ്ഞു. ഡോക്ടർ MA യൂസഫ് അലിയുടെ പിറന്നാളിന് വിതരണം ചെയ്യാൻ കിറ്റിന് എത്ര ലക്ഷം രൂപയാണ് കിട്ടിയതെന്ന് കോൺഗ്രസ് മണ്ഡല പ്രസിഡന്റ് ജനങ്ങളോട് പറയണം. ഉന്നം പരിപാടിയിൽ പഞ്ചായത്തായിട്ട് ബന്ധമില്ലാതിരുന്നിട്ടും യൂസഫ് അലി സാർ നൽകിയ ഫണ്ടിൽ നിന്നും എത്ര രൂപ ഇയാൾ വാങ്ങിയതെന്ന് ജനങ്ങളോട് പറയണം. 3 ലക്ഷം രൂപയുടെ എന്ത് ഓണക്കോടിയാണ് ഉന്നം പരിപാടിയിലൂടെ ഇവർ വിതരണം ചെയ്തതെന്ന് പറയണമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ആ രീതിയിൽ നമ്മളത് വലിയ രീതിയിൽ പറയണില്ല. പിന്നെ പിറന്നാളാണെന്ന് പറഞ്ഞ് കാശ് മേടിക്കും, കിറ്റ് കൊടുക്കും. എത്ര കിറ്റ് കൊടുക്കുന്നത്? ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരല്ലേ. MA യൂസഫ് അലി സാറിൻ്റെ പിറന്നാളിന് കിറ്റ് കൊടുത്തിട്ടുണ്ട്. എത്ര സംഖ്യ കിട്ടി, എത്ര കിറ്റ് കൊടുത്തു? ഇതൊന്ന് പറയട്ടെ. ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. കമ്പ്യൂട്ടർവൽക്കരണം എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിൽ മെമ്പർമാരല്ല, അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ആളുകളല്ലാത്ത എല്ലാവരും കൂടി 1 ലക്ഷം രൂപയാണ് അതിനൊരു ഇവിടുന്ന് എഴുതിയെടുത്തിരിക്കുന്നത്. MA യൂസഫ് അലി സാറ് ഉന്നം പദ്ധതി കൊടുത്ത പണത്തിൽ 1 ലക്ഷം രൂപയാണ് അതിന് എഴുതിയെടുത്തിരിക്കുന്നത്. നാട്ടിക പഞ്ചായത്തിന്റെ വികസനത്തിന് ഡോക്ടർ MA യൂസഫ് അലി നൽകിയ ലക്ഷക്കണക്കിന് സ്വന്തക്കാരും ബന്ധുക്കളും കള്ളപ്പേരെഴുതിയും കള്ള ഒപ്പിട്ടും അടിച്ചുമാറ്റിയവർ സമരവുമായി ഇറങ്ങിയത് ലജ്ജാകരമാണ്. തൃപ്രയാർ സെന്ററിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമാണ് കിറ്റിന് ആവശ്യമായ പലവ്യഞ്ജനങ്ങളും ഓണക്കോടിയും വാങ്ങിയത്. കൃത്യമായ കണക്ക് പൊതുജനങ്ങളെയും MK ഗ്രൂപ്പിനെയും അറിയിക്കുകയും ഡോക്ടർ MA യൂസഫ് അലി അവർക്ക് അനാവശ്യമായ UDFന്റെ ആരോപണത്തെക്കുറിച്ച് നിജസ്ഥിതി ബോധ്യപ്പെടുത്തുകയും കത്തയക്കുകയും ചെയ്യുമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. വടനപ്പള്ളി കർഷക സർവീസ് സഹകരണ സംഘം കർഷക സഹകരണ സംരക്ഷണ മുന്നണി മത്സരിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പതിറ്റാണ്ടുകളായി തെരഞ്ഞെടുപ്പിനെ നേരിടാത്ത സംഘത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നും ഈ സംഘത്തിന്റെ തകർച്ച തിരിച്ചറിഞ്ഞ സഹകാരികളാണ് ബാങ്കിനെ രക്ഷിക്കാനായി മത്സരരംഗത്ത് ഇറങ്ങുന്നതെന്നും വടനപ്പള്ളി കർഷക സഹകരണ സംരക്ഷണ മുന്നണി ചെയർമാൻ ശാന്തി ബാസി, കൺവീനർ ഷിജിത്ത് വടക്കുംചേരി എന്നിവർ പറഞ്ഞു. സംഘത്തിലെ അനധികൃത പണമിടപാടുകളും അഴിമതികളും നിയമവിരുദ്ധവും ചട്ടവിരുദ്ധവുമായ നിയമനങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും ഉണ്ടെന്നും ഇവർ ആരോപിച്ചു. 2023-24 വർഷത്തെ ഓഡിറ്റിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നതെന്നും മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഒരു വസ്തു ഈടിന്മേൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ അനധികൃത ലോണുകളായി നൽകിയതായി കാണുന്നതായും ഇവർ പറഞ്ഞു. ഇടവേള. പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണം ഇങ്ങെത്തി. ഏവർക്കും മൈ സ്റ്റോർ മൊബൈൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് പലിശയില്ലാതെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഫോണുകൾ മാസത്തവണയിൽ സ്വന്തമാക്കാം. ഐഫോൺ, ആൻഡ്രോയിഡ് തുടങ്ങി എല്ലാത്തരം ഫോണുകളും ഫോൺ ആക്സസറീസും ലഭ്യമാണ്. മാത്രമല്ല, കംപ്ലൈന്റ് ആയ ഫോണുകൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് റിപ്പയർ ചെയ്തു തരുന്ന തൃപ്രയാറിലെ ഏറ്റവും വലിയ ലൈവ് സർവീസ് സെന്റർ കൂടിയാണ് മൈ സ്റ്റോർ മൊബൈൽസ്. അപ്പോൾ ഇനി ഫോണിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. മൈ സ്റ്റോർ മൊബൈൽ, സിറ്റി ടവർ, ഫോൺ 8078776665 8080008811. മൈ സ്റ്റോർ മൊബൈൽ, സിറ്റി ടവർ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി.
ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. പൊന്നോണപ്പൂക്കൾ പോലെ പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് ചെറിയ വിലയിൽ വലിയ ഷോപ്പിംഗ് അർച്ചന സിൽക്സിൽ മാത്രം. പൊന്നോണപ്പൂക്കൾ പോലെ പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വാടാനപ്പള്ളി മേഖല പെരിങ്ങോട്ടുകര യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി. മേഖലാ പ്രസിഡന്റ് ബിജു സി ശങ്കുണ്ണി ഉദ്ഘാടനം ചെയ്തു. ഒരു രേഖയും ഞാൻ എഴുതി പിടിച്ച് ഇന്ന് ഈ യൂണിറ്റ് സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ. യൂണിറ്റ് പ്രസ് സെക്രട്ടറി ഒരു പക്ഷേ എടുത്ത് സംസാരിച്ചു ഇനി എഴുതി കൊണ്ടുവന്നിട്ട് വേണം കൂടുതൽ പറയാനായിട്ട്. അതിൻ്റെ ആവശ്യമില്ല. സംഘടനയോടൊപ്പം നിൽക്കുന്നത് എന്നും നമ്മൾ തന്നെയാണ്. സംഘടനയോടൊപ്പം നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ് നമ്മളൊപ്പം. ഇനി ഭാവിയിൽ ഇനി സംഘടനയോടൊപ്പം നിൽക്കാനായിട്ട് കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇന്നത്തെ അവസ്ഥയിൽ ഇനി ഗുരുവായൂർ അമ്പലത്തിൽ ഒരു ചിത്രീകരണം നടത്തണമെങ്കിൽ സംഘടനയുടെ ഐഡന്റിറ്റി കാർഡ് വേണം എന്ന നിർബന്ധമാക്കുകയാണ്. അപ്പം ഇനി മേഖലയിലേക്ക് ഇനി നമ്മുടെ സംഘടനയുടെ ഐഡന്റിറ്റി കാർഡ് കിട്ടാനായിട്ട് ഭൂരിഭാഗം ആൾക്കാർ വരും എന്ന് തന്നെയാണ് എനിക്കുള്ള എൻ്റെ ഒരു തീരുമാനം, അല്ലെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം. യൂണിറ്റ് പ്രസിഡന്റ് PM അജിത് അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി CS സുരേഷ്, യൂണിറ്റ് സെക്രട്ടറി ജ്യോതിഷ്, VV ദിനേശ്, ജില്ലാ ട്രഷറർ EB ജിതേഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി MP ഡെന്നി, AV ജീസൻ, AV ഫ്ലെഡൻഡോ, KA ഷനൂബ്, രമേശ് അനന്യ, KS സന്തോഷ് കുമാർ, റഫീഖ് സന്തോഷ് കുമാർ, ഷാരോൺ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി PM അജിത്, AV വിപിൻ, വിഷ്ണു സോമൻ, ജ്യോതിഷ്, VV ദിനേശ് എന്നിവരെ തെരഞ്ഞെടുത്തു. വലപ്പാട് ഗവൺമെന്റ് സ്കൂളിൽ നടന്ന സ്കൂൾ തല ശാസ്ത്രമേള വ്യത്യസ്തത പുലർത്തി. കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ വയനാട് പ്രകൃതി ദുരന്തവും ശിരൂർ അർജുൻ തിരോധാനവും വിഷയമാക്കിയ മോഡലുകൾ കുട്ടികൾ ശാസ്ത്രമേളയിൽ പ്രദർശിപ്പിച്ചിരുന്നു. SSKയുടെ ഹെൽപ്പിംഗ് ഹാൻഡ് പ്രോജക്റ്റിന്റെ ഭാഗമായി പ്രൊജക്ട് വർക്ക് എക്സിബിഷനും നടന്നു. സ്കൂൾ തല ശാസ്ത്രമേള പ്രധാന അധ്യാപിക ഷീജ ഉദ്ഘാടനം ചെയ്തു. സുദർശിനി ടീച്ചർ, PTA പ്രസിഡന്റ് ഷെഫീഖ് വലപ്പാട്, തളിക്കുളം BRC പ്രതിനിധി ബനേഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായിട്ട്, അതായത് നമ്മുടെ സ്കൂൾ സംസ്ഥാന തലത്തില് 10,000-കണക്കിന് കുട്ടികൾ പങ്കെടുക്കുന്ന ശാസ്ത്രോത്സവം, അതിന്റെ ഭാഗമായിട്ട് നാല് തലത്തിലാണ് ശാസ്ത്രോത്സവം നടത്തുന്നത്. ഒന്ന് സ്കൂൾ തലം, പിന്നെ ഒന്ന് സബ് ജില്ല, ജില്ലാതലം, പിന്നെ അതുപോലെ സംസ്ഥാന തലം. അതിന്റെ മുന്നോടിയായിട്ട് നടത്തുന്ന സ്കൂൾ തല ശാസ്ത്രോത്സവമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെയധികം, അതായത് നമ്മുടെ കുട്ടികളുടെ ശാസ്ത്രാഭിരുചി വളർത്തുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകൾ, കുട്ടികളുടെ കഴിവുകൾ, ഒരുപാട് കഴിവുകളാണ് നമ്മൾ ഇന്നിവിടെ കുറച്ച് ഐറ്റം അത്ര എത്തിയിട്ടുള്ളതെന്നുണ്ടെങ്കിലും അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സങ്കല്പിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തായിട്ട്. വാടാനപ്പള്ളി സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിൽ കലോത്സവം സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ ഉദ്ഘാടനം PTA പ്രസിഡന്റ് സുനിൽ കുമാർ നിർവഹിച്ചു. ഭരതനാട്യം,
മോഹിനിയാട്ടം, നാടോടി നൃത്തം, ഒപ്പന, സംഘനൃത്തം, ഫാൻസി ഡ്രസ് എന്നിങ്ങനെ വിവിധ ഇനങ്ങളിൽ മത്സരങ്ങൾ അരങ്ങേറി. യെല്ലോ ഗ്രൂപ്പ് 1-ാം സ്ഥാനവും ഗ്രീൻ ഗ്രൂപ്പ് 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് ഹെഡ് മാസ്റ്റർ ഷാജി ജോർജ് സമ്മാനദാനം നടത്തി. കലോത്സവം കൺവീനർ സിൻസി ടീച്ചർ, ജോളി ടീച്ചർ, എബ്രഹാം ബേസിൽ, സോണിയ ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ വിശുദ്ധ റൊസാരിയോ മാതാവിന്റെ ദർശന തിരുനാൾ ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായി ആചരിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് വികാരി ഫാദർ ജെൻസ് തട്ടിൽ, ഫാദർ സെബി കാഞ്ഞിരത്തിങ്കൽ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നീ ഇത് എടുത്തു ഭക്ഷിക്കുക. അവന് നൽകപ്പെട്ടത് ഒരു കപ്പ് വെള്ളവും ചുടുകല്ലിൽ ചുട്ട അപ്പവുമാണ്. ആ ചുടുകല്ലിൽ ചുട്ട അപ്പവും വെള്ളവും ഇന്ന് അത് പരിശുദ്ധ കുർബാനയുടെ ജീവിക്കുന്ന പ്രതിരൂപങ്ങളാണ്. ദർശന സഭയുടെ ജീവിത ശൈലി എന്ന് പറയുന്നത് അത് വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിത ശൈലിയാണ്. ഈ അൾത്താരയിൽ ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്ന ആ ദിവ്യബലിയിൽ നിന്ന് അപ്പത്തിന്റെയും മീനിന്റെയും സാദൃശ്യത്തിൽ നമുക്ക് നൽകപ്പെടുന്ന ഈശോയെ കലങ്ങളിലും ജീവനും. ഫാദർ ബിൽജു വാഴപ്പള്ളി തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് ദിവ്യബലിയും ജപമാല പ്രദക്ഷിണവും നടന്നു. കൈക്കാരന്മാരായ ANG ജെയ്ക്കോ, ഫെന്നി ഫ്രാൻസിസ്, ഷാജി ചാലിശ്ശേരി, ദർശന സമൂഹം ഭാരവാഹികളായ CA ജോൺസൺ, ഡേവിസ് വാഴപ്പള്ളി, ജെയ്സ് കരിയാറ്റി, ജസ്റ്റിൻ പുത്തൂർ, സിജോ ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. കഴിമ്പ്രം VPM SNDP സ്കൂളിലെ കലോത്സവം സർഗസാഗരം സാഹിത്യകാരനും അധ്യാപകനുമായ PK ഭരതൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത അധ്യക്ഷനായി. പ്രിൻസിപ്പാൾ ജയലക്ഷ്മി ടീച്ചർ, SNDP നാട്ടിക യോഗം യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത്, 17ാം വാർഡ് മെമ്പർ ഷൈൻ നെടിയിരുപ്പിൽ, ഹെഡ് മിസ്ട്രസ് ബീന T രാജൻ, മാതൃസംഗമം പ്രസിഡന്റ് ഷിസ്മ പ്രശാന്ത്, PTA വൈസ് പ്രസിഡന്റ് സുമോദ് എറണേഴ്ത്ത്, പ്രസാദ് മാസ്റ്റർ, ശോഭ ടീച്ചർ, സ്കൂൾ ലീഡർ ഫാത്തിമ സനം, നീതു ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഒരു സ്കൂളിൻ്റെ യുവജനോത്സവം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ച്. വിദ്യാർത്ഥിയുടെ ജീവിതത്തിൻ്റെ 2 ഘടകങ്ങൾ ഒരു കുട്ടിയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് സ്കൂളിൻ്റെ പാഠ്യ പദ്ധതിയും ക്രമങ്ങളും അതോടൊപ്പം പാഠാനുബന്ധ പ്രവർത്തനങ്ങളും ഒരുപോലെ കൊണ്ടുപോകേണ്ടതാണ്. നമ്മുടെ തലച്ചോറിൻ്റെ 2 ഭാഗങ്ങൾ, ഒന്ന് വളരെ സൂക്ഷ്മമായ ഗ്രഹണശേഷിയുള്ള ഒരു ഭാഗം. തളിക്കുളം പബ്ലിക് ലൈബ്രറി വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും ഓണസദ്യയും നടത്തി. തളിക്കുളം SN മന്ദിരം ഹാളിൽ നടത്തിയ ആഘോഷ ചടങ്ങുകൾ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് N മദനമോഹൻ അധ്യക്ഷത വഹിച്ചു. SN ട്രസ്റ്റ് പ്രസിഡന്റ് ജനാർദ്ദനൻ മാസ്റ്റർ 1 പതിറ്റാണ്ടിലേറെ കാലം
തളിക്കുളം പബ്ലിക് ലൈബ്രറിയൻ ആയിരുന്ന പിതാവ് കുമാരൻ മാസ്റ്ററെ അനുസ്മരിച്ചു. പബ്ലിക് ലൈബ്രറി ജനറൽ സെക്രട്ടറി ഗഫൂർ തളിക്കുളം, ട്രഷറർ വാസൻ കോഴിപ്പറമ്പിൽ, AK വാസൻ, സുനിൽ കളപ്പുരക്കൽ, സുഭാഷ് ചന്ദ്രൻ, ഗീതാ വിനോദൻ, ബീന വാസൻ, നിർമ്മല വാസൻ, ഷീജ ജയാനന്ദൻ, സുഹറ ഗഫൂർ, പത്മിനി ജയപ്രകാശ്, പ്രിയ പത്മരാജ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വലിയ മനുഷ്യരായി തീരുകയാണ്. നമ്മുടെ ചിന്തകളൊക്കെ ഒരുപോലെയുള്ള ചിന്തകളായി മാറുന്നു. അപ്പം നമുക്ക് സമൂഹത്തിന് ഒരുപാട് മാറ്റങ്ങളും അതുപോലെ വരുത്താൻ കഴിയും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് കൂടിച്ചേരുക എന്നുള്ളത് നമ്മളുടെ ഒരു ഇപ്പോൾ തളിക്കുളം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലാണ് ഇന്നത്തെ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെങ്കിലും ഞങ്ങളൊക്കെ ക്ഷണിക്കും കൂടി ചെയ്തിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാകാറുണ്ട്. അത് ഇങ്ങോട്ട് വരുമ്പോൾ ആ സന്തോഷത്തിൽ പങ്കാളിയാകുന്ന ഒരു ഇതായിട്ടാണ് ഞാൻ എന്തെങ്കിലും സമ്മാനമായിട്ട് വരുന്നത്, അല്ലാണ്ട് ഒരു ചടങ്ങായിട്ടൊന്നുമല്ല. ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇല്ലാതെ വരുന്നതിലുള്ള നാണക്കേട് അങ്ങനത്തെ ഒന്നും അല്ല ആലോചന. പബ്ലിക് ലൈബ്രറി വനിതാ വിഭാഗത്തിന്റെ തിരുവാതിര കളിയും നാടൻ പാട്ടുകളും ഉണ്ടായിരുന്നു. തുടർന്ന് ലൈബ്രറി അംഗങ്ങൾ തയ്യാറാക്കിയ ഓണസദ്യയും നടത്തി. വനിതാ ശിശു വികസന വകുപ്പ് അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് അന്തിക്കാട് ICDS പ്രൊജക്ടിന്റെ ഭാഗമായി അന്തിക്കാട് പഞ്ചായത്ത് തല പോഷകാഹാര മാസാചരണം പുത്തൻപീടിക സെന്റിനറി ഹാളിൽ ചേർന്നു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് PS അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഷഫീർ പോഷന്മാ സന്ദേശം നൽകി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക ടീച്ചർ, വാർഡ് മെമ്പർമാരായ ലീന മനോജ്, മിനി ആൻഡോ, അനിത ശശി, രഞ്ജിത്ത് കുമാർ, ICDS സൂപ്പർവൈസർ വസുമതി എന്നിവർ സംസാരിച്ചു. പോഷകാഹാര പ്രദർശനവും ക്വിസ് മത്സരവും റാലിയും ഉണ്ടായിരുന്നു. അംഗനവാടിയിലെ പോഷകാഹാര മാസാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഫുഡ് പ്രദർശനം എല്ലാ അംഗനവാടികളിലും കഴിഞ്ഞു. ഇനി പഞ്ചായത്ത് തല മത്സരങ്ങളാണ് നമ്മളിവിടെ നടത്തുന്നത്. അപ്പോൾ ഒന്നിനൊന്നും മെച്ചമായ രീതിയിൽ എല്ലാ അംഗനവാടി ടീച്ചർമാരും അതുപോലെ അമ്മമാരും വളരെ സംയുക്തമായി നല്ല രീതിയിലുള്ള വെറൈറ്റി ഐറ്റംസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് തല മത്സരങ്ങളിൽ ഇതിൻ്റെ സമ്മാനം കിട്ടിയ ആൾക്കാർക്ക് നാളെ നടത്തും. അപ്പോൾ അംഗനവാടികളിൽ മുന്നിൽ നടത്തിയപ്പോഴും പല വെറൈറ്റി, അതുപോലെ അമൃതം പൊടി ഉപയോഗിച്ചുള്ള വെറൈറ്റി സാധനങ്ങൾ ഇവിടെ, അതുപോലെ തന്നെ നമ്മളുടെ പച്ചക്കറികളും അതുപോലെ നമ്മുടെ വീട്ടുകളിൽ ഉണ്ടാക്കുന്ന ഇലക്കറികളൊക്കെ വെച്ച് വാണിജ്യം. അറേബ്യൻ മന്തിയുടെ യഥാർത്ഥ രുചി മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ അൽ ഹംദി മന്തി എന്ന സ്ഥാപനം വലപ്പാട് ചന്തപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. വലപ്പാട് ചന്തപ്പടി ദയ ആശുപത്രിക്ക് എതിർവശമാണ് അൽ ഹംദി മന്തി എന്ന സ്ഥാപനം റീ ഓപ്പണിംഗ് നടത്തിയത്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനും കൂടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഒരുപാട് എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഇത്തരം വിഭവങ്ങൾ ഒരുക്കുന്നത്. അതിന് പിന്നിൽ ഒരുപാട് പേരുടെ കഠിനാധ്വാനമുണ്ട്. അപ്പോൾ ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായിട്ട് നടത്തുന്ന ചെക്കപ്പും മറ്റു കാര്യങ്ങളും എല്ലാത്തിലും സഹകരിച്ചുകൊണ്ട് ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലും അതുപോലെ തന്നെ അവരുടെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങളുടെ കച്ചവടം വളരെ ഭംഗിയായിട്ട് തന്നെ, ഈ ഒരു സംരംഭം വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിൽ വിജയിക്കണം എന്നുള്ളതാണ് ആശംസ.
അതുപോലെ തന്നെ ഒരുപാട് എഫേർട്ട് എടുത്തുകൊണ്ട് ഇത്തരം വലിയൊരു പാർക്കിംഗ് കൂടിയിട്ടുള്ള സംവിധാനവും സംരംഭവും നമ്മളുടെ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ്. ഇതിൻ്റെ മാനേജ്മെൻറ്റിനോട് പ്രത്യേക ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. വാർഡ് മെമ്പർ ഇ പി അജയഘോഷ് അധ്യക്ഷനായി. സരിത ഗിരീഷ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. വടനപ്പള്ളി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ സുനിൽ കുമാർ മുഖ്യാതിഥിയായിരുന്നു. മന്തി എന്ന് പറഞ്ഞൊരു ബോർഡ് എടുക്കുന്നു. ഞാൻ കൂടുതലായിട്ട് തിരുവനന്തപുരത്ത് ഈ മന്തി കടകൾ വളരെ കുറവാണ്. ഇങ്ങോട്ട് വരുമ്പോഴാണ് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, പ്രത്യേകിച്ച് ഈ തൃശ്ശൂരിൽ ഈ ഭാഗത്തൊക്കെ. ഒരു ദിവസം എൻ്റെ സ്റ്റാഫുമായിട്ട് ഞാനിവിടെ ഭക്ഷണം കഴിക്കാനെത്തി. എനിക്ക് നിങ്ങളുടെ ഈ ഹോട്ടലിൻ്റെ സർവീസ് വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ ഉണ്ടാക്കുന്ന ഞങ്ങളെ കൊണ്ടുവന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന രീതികളും എല്ലാം എന്നെ കാണിച്ചു തന്നു. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴും ഒരു പ്രത്യേക വിഭവങ്ങൾ ഇവിടെ തയ്യാറാക്കുന്നതായിട്ട് ഇതിൻ്റെ മാനേജ്മെൻറ്റിന് എനിക്കറിയാൻ സാധിച്ചു. പ്രത്യേകിച്ചും വിദേശ അറേബ്യൻ വിഭവങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തുതന്നെയൊക്കെ ആയാലും ഈ സംരംഭത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. KHRA പ്രസിഡന്റ് RA മുഹമ്മദ്, ട്രഷറർ റഹ്മത്ത് ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗം അനിത ത്രിദീപ് കുമാർ, പാർട്ണർമാരായ MA നിസാമുദ്ദീൻ, റിൻഷാദ് AN, ആകാശ് TJ, ഇല്യാസ് മൂവാറ്റുപുഴ എന്നിവർ സംസാരിച്ചു. മട്ടൺ മന്തി, ചിക്കൻ മന്തി, അൽഫ മന്തി, ബീഫ് തവ മന്തി, ഫിഷ് ഗ്രിൽസ്, ബീഫ് റാൻ മന്തി എന്നിവയാണ് അൽഹംദി മന്തിയിലെ പ്രധാന വിഭവങ്ങൾ. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും മികച്ച സർവീസുമാണ് അൽഹംദി മന്തിയിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ 3 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറിയുമുണ്ട്. ഫോൺ നമ്പർ 9605454510, 9544334172. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിമ്പ്രത്ത് ഇറങ്ങിയത് പുലിയല്ല, കാട്ടുപൂച്ചയെന്ന ഫോറസ്റ്റ് അധികൃതർ. കപ്പലപകടത്തിൽ മരിച്ച മണലൂർ സ്വദേശി ഹനീഷിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതമായി. നിരവധി കേസുകളിലെ പ്രതി അനന്തകൃഷ്ണൻ എന്ന ബ്രാവോ കഞ്ചാവുമായി പിടിയിൽ. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.